ചിലപ്പോൾ അവര് ദൗത്യം മേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടിട്ടുണ്ടാവാം. ഞാൻ എങ്ങനെ രീതിയിൽ സിനിമയെ മോശമായിട്ട് പറയുന്നത് നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കാണും. ഹിറ്റാക്കാൻ ഞാൻ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നുണ്ട് അടുത്ത 2-3 പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട്. നോക്കട്ടെ. എല്ലാവരും തന്നെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് കൊടുത്തിരുന്നത്. എല്ലാ തരത്തിലും ഫേസ്ബുക്കിൽ നോക്കിയാലും ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഡെപ്ത് അനുസരിച്ച് എഴുത്തുകൾ വരുന്നുണ്ട്, എല്ലാ തരത്തിലും പോസിറ്റീവ് വരുന്നത്. പക്ഷെ ഒരു സ്റ്റാർ നിരൂപകൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമാണ് ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ആ ഒരു നെഗറ്റീവ് കണ്ടിട്ടുള്ളൂ. ഈ സിനിമാ നിരൂപകർ എന്ന് പറയുന്ന ഈ തരം യൂട്യൂബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഇത് സിനിമാ നിരൂപണമാണോ ചെയ്യുന്നത്, അതോ അവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ടാണോ അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്താണ് ഇതിനെങ്ങനെയാണ്? എനിക്കൊന്നും പറയാനില്ല. അവർക്ക് പറഞ്ഞത് കണക്ട് ആവുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ അത്യാവശ്യം പോസിറ്റീവാണ്. പബ്ലിസിറ്റി ഞാനതിലൊന്നും വിശ്വസിക്കുന്ന നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പോയി കാണുന്നുള്ളത് തന്നെയാണ്. ഞാൻ പടം കാണുന്നത് ഇപ്പോൾ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കും ജനുവനായിട്ട് ഇവിടെ പടം എങ്ങനെയുണ്ടെങ്കിൽ അവർ ഒരു എളിയ നല്ല പടം അല്ലെങ്കിൽ ഒരു ആവറേജ് ഞാനൊന്നും എളിയ OTT കണ്ടാൽ തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത് അങ്ങനെ പോയി കാണും. ഞാൻ അങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കുന്നത്. അങ്ങനെ തന്നെയാണ് ജെനുവിൻ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബറിന്റെ കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ സിനിമ കണക്ട് ആയിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ ഒരു മലബാർ ഏരിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും, ഒരു കൊല്ലത്തിന്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അവര് ദൗത്യം മേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടിട്ടുണ്ടാവാം. പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ കണക്ട് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എങ്ങനെ രീതിയിൽ സിനിമയെ മോശമായിട്ട് പറയുന്നത് നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കാണും. അത്രയും പറയാനുള്ളൂ. ദീപകിന് എന്താ തോന്നുന്നു? ദീപക് ഇതുപോലെ നിരൂപകനെ പറഞ്ഞപ്പോ സംസാരിച്ചപ്പോൾ ഇത്തരം ഒരു ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞത് സിനിമ ഇറങ്ങിയത് എല്ലാവർക്കും അവനവൻ ചെയ്ത കാര്യം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരിക്കും. പുള്ളി ചെയ്ത പുള്ളിയുടെ വീഡിയോ പുള്ളിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടാവാം. അഭിപ്രായങ്ങൾ പറയുന്നതിന് പ്രശ്നമൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. പടം കണ്ടിട്ട് പിന്നെ ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ചെറിയ സിനിമകൾ ചിലപ്പോൾ രക്ഷപ്പെടാതെ പോകും, അല്ലെങ്കിൽ ആൾക്കാർ കാണാതെ പോകും. ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണമെന്നില്ല, കണക്ട് ആവുന്ന ആൾക്കാരും ഉണ്ടാവും. പിന്നെ തിയേറ്ററിൽ കാണാതെ OTT കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. അത് അവരവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ ചാനലുണ്ട്, അവരവർക്കുള്ള അഭിപ്രായം. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ അടുത്ത സുഹൃത്തിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ട് പടം, കാണാൻ കൊള്ളാമോ ഇല്ല എങ്ങനെയുണ്ട്. അത് അവരുടെ ഒരു അഭിപ്രായം കേൾക്കുന്ന പോലെ ഇപ്പൊ ആൾക്കാർ ചിലപ്പം യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ ചില ആൾക്കാർ ചിലപ്പം സിനിമ ഡയറക്റ്റ് എന്ത് സിനിമയാണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ട് കാണണം എന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് ട്രെയിലർ പോലും കാണാതെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ അതൊരു ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കൂടെ കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ കാണും, വിജയിക്കും, ചർച്ച ചെയ്യപ്പെടും. ഉറപ്പായിട്ടും നമ്മുടെ സിനിമ അതുപോലെ സംഭവിക്കുന്നുണ്ട്, ഹിറ്റടിക്കുകയും ചെയ്യും. ദീപക് ബ്രോ, ഈ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബേസിൽ ജോസഫിന് ഈ തിരക്കഥകൾ സെലക്ട് ചെയ്തതിൽ വല്ല ടിപ്സും ചോദിക്കാറുണ്ടോ? പിന്നെ ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്ന പിന്നെ ഹിറ്റാക്കാൻ ഞാൻ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നുണ്ട് അടുത്ത 2-3 പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട്. നോക്കട്ടെ. ഇല്ല, അങ്ങനെ സംഭവിക്കുന്നതല്ല. കാരണം ഒന്നാമത് ഇപ്പൊ ഈ സിനിമ ഞാൻ ശരിക്കും അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണ സമയത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നം, അതായത് ഈ സ്വർണം വായിക്കാനും വരുന്നല്ല, കല്യാണ ചെലവിലുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം വൈശാഖ് എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അറിയാം. അപ്പൊ അവനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ. അപ്പം ജോയിച്ചേട്ടന്റെ പടം ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ജോയിച്ചേട്ടനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് ആ സിനിമയിൽ എത്തിയത്. അതിന്റെ സ്ക്രിപ്റ്റ്, അതായത് ഞാൻ 4-5 ചെറുപ്പക്കാർ വായിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യം ചിലപ്പോൾ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കും. ഇപ്പം സൂക്ഷ്മദർശിനിയാണെങ്കിലും അതുപോലെ വന്നതാണ്. ഇപ്പൊ MC ജിതിനായിട്ട് ഞാൻ മുന്നേ പരിചയമുള്ളതാണ്. അപ്പൊ അങ്ങനെ എത്തിച്ചേർന്ന സിനിമകളാണ്. എല്ലാ സിനിമകളും നന്നാവണമെന്നുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറി വരും. ഇനി പക്ഷെ എല്ലാം ഹിറ്റായിരിക്കും.